എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള PSC ക്ഷണിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. മാക്സിമം ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. 15/12/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 17/1/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 17th January 2024 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് 544/2023 ആണ്. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കേണ്ട മെത്തേഡും കൂടി പറഞ്ഞു തരാം. കേരള PSCന്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ ഇനി പറയാൻ പോകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. എക്സൈസ് ഇൻസ്പെക്ടർ തസ്തികയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏകദേശം 91,200 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികയാണ്. നിലവിൽ 2 ഒഴിവുകളാണ് SC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ST ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 2/1/1987 1/1/2004 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് BA ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ BSc ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, or BCom ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ or its equivalent യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. എക്സ് സർവീസ് മെൻ ആവുമ്പോൾ ദി മിനിമം ക്വാളിഫിക്കേഷൻ ഷാൽ ബി SSLC മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. പക്ഷെ അവര് മുൻപ് ആർമി, നേവി ഏതെങ്കിലും സായുധ സേനകളിൽ എങ്കിലും സർവീസ് ചെയ്തവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള ബാക്കി എല്ലാവരും അപേക്ഷ സമർപ്പിക്കുമ്പോൾ, അതായത് SC ഉദ്യോഗാർത്ഥികൾ ബാക്കിയുള്ളവർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ BA, BSc or BCom ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. അതായത് ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 160 സെന്റിമീറ്റർ എങ്കിലും പുരുഷന്മാർക്ക് ഉയരം വേണം. 81 സെന്റിമീറ്റർ പുരുഷന്മാർക്ക് ചെസ്റ്റ് വേണം. 5 സെന്റിമീറ്റർ ആക്കിയിട്ട് അത് എക്സ്പാൻഷൻ ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഫീമെയിൽസിന് 150 സെന്റിമീറ്റർ ആണ് ഉയരം പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക. പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ ഇതിനെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇതിന് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ 8 എണ്ണം കൊടുത്തിട്ടുണ്ട്. 5 എണ്ണമെങ്കിലും നിങ്ങൾ പാസ് ആവേണ്ടതായിട്ടുണ്ട്. ഇത് പുരുഷന്മാരുടേതാണ്. 100 മീറ്റർ ഓട്ടം ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട്, റോപ്പ് ക്ലൈംബിംഗ് ഉണ്ട്, പുള്ളപ്പ് ഓർ ചെന്നിംഗ് ഉണ്ട്, 1500 മീറ്റർ ഓട്ടമുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടൈമിന്റെ ഉള്ളിലും ഈ ഒരു ഡിസ്റ്റൻസിന്റെ ഉള്ളിലും നിങ്ങൾ അത് കവർ ചെയ്താൽ ഏതെങ്കിലും 5 എണ്ണം മതി. ഇവിടെ 8 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണം കവർ ചെയ്താൽ മതിയാകും. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽസിന് വരുന്ന ഐറ്റംസ് നോക്കുകയാണെങ്കിൽ 8 ഐറ്റംസ് ഉണ്ട്. ദെൻ ഓൾസോ ഫീമെയിൽസും ഇതിൽ നിന്ന് 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, 200 മീറ്റർ ഓട്ടം, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, ഷട്ടിൽ റൈസ്, സ്കിപ്പിംഗ് 1 മിനിറ്റിൽ 80 തവണ എന്നുള്ള രീതിയിൽ സ്കിപ്പിംഗ്. അപ്പോൾ ഇവിടെ പറയുന്ന രീതിയിൽ ഈ ഒരു ഡിസ്റ്റൻസിൽ ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു ഇവന്റ് ഇതിൽ ഏതെങ്കിലും ഒരു 5 ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് പ്രിലിമിനറി എക്സാം ഒന്നും കാണത്തില്ല. ഒരു മെയിൻ എക്സാം ഉണ്ടാവും. അത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം മെഡിക്കലും പിന്നീട് നിങ്ങളുടെ അപ്പോയിൻമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് അപ്പോയിൻമെന്റ് ചെയ്യുകയാണ് നടപടിക്രമമായിട്ട് പറയാനുള്ളത്. അപ്പോൾ കേരള PSCന്റെ വെബ്സൈറ്റ് മുഖാന്തരം 17th January 2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. മാക്സിമം ഈ ഒരു യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.